ഹായ്. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെനസ്ഡേ ആൻഡ് ഉത്സവമൊക്കെ കഴിഞ്ഞു. എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് ആറാട്ടിന് ഞാൻ പോയൊന്നുമില്ല. പിന്നെ വിക്രം രാവിലെ പോയി, അവൾ വയനാട്ട് പോയി. 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. പിന്നെ മോൻ സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. ഇപ്പോൾ 4 മണിയായി. അവനെ പിക്ക് ചെയ്യാനായിട്ട് പോകണം. കാരണം അവനിപ്പോൾ റെമഡിയൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3:15 തൊട്ട് 4:15 വരെയാണ് റെമഡിയൽ ക്ലാസ്. ആ സമയത്ത് നമുക്ക് സ്കൂൾ വിടുന്നത് 3 മണിക്ക് സ്കൂൾ വിടാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏൽപ്പിച്ച വണ്ടിയിൽ എന്തെങ്കിലും എടുക്കാനായിട്ട് 4:15 എന്തായാലും ആ വണ്ടി അങ്ങോട്ട് പോകില്ലല്ലോ. 3 മണിക്കുള്ള സ്കൂൾ വിടുന്ന സമയത്താണ് വണ്ടികളൊക്കെ ഉണ്ടാവുള്ളൂ. അത് സ്കൂൾ ബസ്സായാലും ശരി, നമ്മൾ ഏൽപ്പിക്കുന്ന വണ്ടിയായാലും ശരി. അപ്പോൾ ഇത് റെമഡിയൽ ക്ലാസ് എക്സ്ട്രാ വേറെ വെക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ തന്നെ കൊണ്ടുവരണം, വണ്ടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 4:15 വരെ ഉണ്ട്. അപ്പോൾ 4:15 ഞാൻ ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. വന്നാൽ ഞാൻ പോയി അവനെ പിക്ക് ചെയ്ത് കൊണ്ടുവരും. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. എന്താ പറയുക, വേറെ ഒന്നുമില്ല. ഉത്സവമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ബാക്കി ഇനിയിപ്പോൾ ഞാനും മനുവും ഉള്ളൂ. ആളിനി 2 ദിവസം, മറ്റന്നാൾ എത്തുള്ളൂ. അപ്പോൾ നാളെ ആൾക്ക് എന്തോ ഒരു ട്രേഡ് ഷോ ഉണ്ട്. അപ്പോൾ അതിന് പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരുള്ള ദിവസം ഇതാണ്. അപ്പോൾ ഇങ്ങനെ തട്ടിമുട്ടിക്കാർ രാവിലെയൊക്കെ ആകുമ്പോൾ ഞാൻ മാത്രം, അവന് സ്കൂൾ കിട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ മാത്രം. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും. ഇന്നിപ്പോൾ എനിക്ക് കിച്ചണിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു. കുറച്ച് ക്ലീൻ ചെയ്യലും പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് കുറേ സാധനങ്ങൾ എടുത്ത് കളയാനൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്കുണ്ടാവും എന്ന് വിചാരിക്കട്ടെ. ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചൊക്കെ വെച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. അതായത് വാങ്ങിക്കുന്നത് ഭക്ഷണം, അതായത് ഫുഡ് വന്നിട്ട് ബാക്കി വന്നതല്ല ഞാൻ പറയണേ. അല്ലാതെ നമ്മളിപ്പോൾ എന്തെങ്കിലും ബോട്ടിൽസിൻ്റെ പോലത്തെ സംഭവങ്ങളല്ലേ, ഇപ്പോൾ സോസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പൗഡറുകൾ അല്ലെങ്കിൽ എന്താ പറയുക എസെൻസുകളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് എന്താ പറയുക ഒക്കെ ചിലപ്പോൾ ഉണ്ടിരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ കിച്ചണിലൊരു ഭാഗം ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു കാര്യങ്ങളിൽ ഇങ്ങനെ ക്ലീനിങ്ങിലായിരുന്നു. അപ്പോൾ പഴയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് കുറേ സാധനങ്ങൾ അതിങ്ങനെ എടുത്ത് കളഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് സംഭവം. പിന്നെന്താ വേറെ വിശേഷം. അപ്പോൾ ഞാൻ എന്തായാലും 4:15 ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ വന്നു കഴിഞ്ഞാൽ അവനെ പിക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ. അപ്പോൾ ഞാൻ തിരിച്ചെത്തി. അർണവിനെ എടുത്ത് തിരിച്ചെത്തിയതാ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ സാൻഡ്വിച്ച്, പിന്നെ ഒരു ഫ്രൂട്ടി ആൻഡ് കൊക്കക്കോള വാങ്ങിച്ചു, പാല് വാങ്ങിച്ചു, ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചു പോകുന്നു. എന്താണ് ഞങ്ങളറിയില്ല എടുക്കാം ജംഗ്ഷനിൽ നിന്ന്. നീ ഇത് കഴിച്ചിട്ടുണ്ടാ? എപ്പോൾ കഴിച്ചു? അത് ഇവിടെ നിന്നല്ല. അത് എന്ത് ഞാൻ ഇപ്പം ഒരു ദിവസം ഞാൻ സാൻഡ്വിച്ച് കൊണ്ടുവന്നില്ലേ ചേട്ടനുള്ളപ്പോൾ, അത് ഞാൻ ഇങ്ങനെ കൊണ്ടു വാങ്ങിച്ചതാ. ഇത് ഇവിടുത്തില്ല പ്രഗ്നൻ്റ്. അങ്ങനെ ചിക്കനാ വെജിറ്റബിൾസ് ഉണ്ടോ? ഇതിപ്പോ ചിക്കനാന്ന് തോന്നുന്നുണ്ട്. മസാല ഉണ്ടല്ലോ. മസാല ഉണ്ട്. വെജിറ്റബിൾസ് ഉണ്ടോ? അല്ല, ഞാൻ അന്ന് വാങ്ങിച്ചത് വെജിറ്റബിളുടെ ആയിരുന്നു. വെജിറ്റബിൾ ആയിരുന്നു അന്ന് വാങ്ങിച്ചത്. ഞാൻ നോണല്ല വാങ്ങിച്ചിരുന്നത് അന്ന് ഞാൻ വന്നപ്പോൾ, അന്ന് കൊണ്ടുവന്നപ്പോൾ സാൻഡ്വിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായില്ല. പക്ഷേ ചിക്കൻ്റെ ടേസ്റ്റ് ഒന്നും ഞാൻ വെജാ വാങ്ങിച്ചത് തോന്നുന്നുണ്ട്. അത് മയോണൈസിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. വെജ് പിന്നെ കുറേ വെജിറ്റബിൾസാണ് ടേസ്റ്റ് ആയിരുന്നത്. ഞാൻ ആദ്യം കഴിച്ചോടുന്ന്, എന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചത്. ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഈ സാൻഡ്വിച്ച് ഞാൻ കഴിച്ചു നോക്കി, പക്ഷെ ശരിക്കും മസാലയുടെ ഭാഗം കിട്ടിയിട്ടില്ല. നോർമലല്ല ശരിക്കും. സാൻഡ്വിച്ചസ് നല്ലല്ലോ, നമ്മളിവിടെ കിട്ടുള്ള സാൻഡ്വിച്ചസൊക്കെ.
ചിക്കനാണ് ഇതാ. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. പ്ലസ് ജ്യൂസ്.